മായ പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിക്കണം. ഒരു പുതിയ കേരളം ഉണ്ടാകണം. നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാൻ അവസരമുണ്ടാകണം. നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ UDF ഗവൺമെന്റ് മാത്രമേ കഴിയൂ. കേരളം ഭരിച്ചു മുടിച്ച പിണറായി ഗവൺമെന്റ് താഴെ ഇറക്കണമെങ്കിൽ ശരത്തിന്റെ പ്രസാദ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കണം. എനിക്കൊരു തർക്കവുമില്ല. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. അമ്പലക്കള്ളന്മാരെ പരാജയപ്പെടുത്തേണ്ട അവസരമാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചു മാറ്റിയിട്ട് അതിൽ നിന്ന് എല്ലാ കള്ളന്മാരെയും സംരക്ഷിക്കുന്ന ഗവൺമെന്റാണിത്. 4 CPM നേതാക്കന്മാർ ജയിലിലായിരുന്നു. ആ 4 CPM നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് പാർട്ടി ഒരു നടപടിയും എടുത്തില്ല. കാരണം എടുത്താൽ അവർ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ ഇത് തുറന്നു പറയും. ഞങ്ങൾ തുറന്നു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും CPM-ന് കഴിയില്ല. ആ ഭീഷണിയുടെ മുമ്പിൽ MV ഗോവിന്ദൻ മാസ്റ്റർ മുട്ടുമടക്കി. ഇവിടുത്തെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പങ്കുണ്ട്. ഈ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കരങ്ങളുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്തത്. പക്ഷേ ജനങ്ങൾ അറിഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ കൊള്ളയ്ക്ക് മന്ത്രിക്കും പങ്കുണ്ടാകാം. മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്നാണ് മന്ത്രി വെളിപ്പെടുത്തൽ സമ്മതിച്ചല്ലോ. ശബരിമലയിലെ മുഴുവൻ സ്വർണം അടിച്ചു കൊണ്ടുപോയവരെ സംരക്ഷിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണോ? BJPക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും CPM-നുള്ളതായി മാറുന്നു. ഇവർ തമ്മിൽ അന്തർധാരയാണ്. ഇവർ തമ്മിൽ കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. കോൺഗ്രസ് ജയിക്കരുത്, UDF ജയിക്കരുത്. ഈ കൂട്ടുകച്ചവടം നമുക്ക് പൊളിക്കണം. അമ്പലക്കള്ളന്മാരെയും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെയും BJP RSS BJP ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ കൂട്ടുകെട്ട് പൊളിച്ചുകൊണ്ട് UDF-നെ വിജയിപ്പിക്കും. ഈ നാട് അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ കേരളത്തിന് നിർമ്മിതിക്ക് വേണ്ടി, ഐശ്വര്യപൂർണമായൊരു ഭരണത്തിന് വേണ്ടി ശ്രീ ശരത്തിന്റെ പ്രസാദിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം വന്നു, കണ്ടു, കീഴടക്കി എന്ന് പറഞ്ഞ പോലെ കഴക്കൂട്ടത്ത് കാലെടുത്ത് വെച്ചപ്പോൾ ഇവിടുത്തെ UDF-ന് മുന്നേറ്റം ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. എന്നോട് എല്ലാവരും പറയുന്നു, ശരത്തിന്റെ പ്രസാദ് വന്നതോടുകൂടി ചിത്രം മാറി. ചിത്രത്തിന് മാറ്റമുണ്ടായി. ഓരോ അടിയും UDF മുന്നോട്ട് കുതിക്കുകയാണ്. ആ വൻപിച്ച മുന്നേറ്റത്തിന് ഈ കഴക്കൂട്ടത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് സമയം വൈകിയതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ശരത്തിന്റെ പ്രസാദ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ആത്മവിശ്വാസത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.